ഹായ് ഫ്രണ്ട്സ്, ഗീതാഞ്ജലി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തനി നാടൻ ഒരു ഡിഷായിട്ടാണ് ഞാൻ പറയാൻ പോണത്. അത് നമ്മുടെ പറമ്പിൽ കുറച്ച് ചീര മുളച്ച് നിൽക്കുന്നുണ്ട്. അരി പാവിയപ്പോഴേ മുഴുവൻ മുളച്ചു വന്നത് പച്ചച്ചീരയായി കണ്ടോ. ഇവിടെ ചുമന്ന ചീരയും ധാരാളമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറുചീരയുണ്ട്, മുള്ളൻ ചീരയുണ്ട്. ചീരകളൊക്കെ പല വിധത്തിലുള്ള ചീരകളുണ്ട് കേട്ടോ. അതിലിപ്പോൾ മുളച്ചക്കിടുന്ന മുഴുവൻ പച്ചച്ചീരയാണ്. ഒരു കട മാത്രമേ ചുമന്ന ചീരയുള്ളൂ. അപ്പോൾ നമുക്കിന്ന് ചീരയുടെ ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പ്രോട്ടീനും വിറ്റാമിൻ എയും കാൽസ്യവും ഇരുമ്പും ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് BP കുറയ്ക്കാനും ഷുഗർ ലെവൽ താഴാനും ഇത് ഏറ്റവും നല്ലൊരു ഔഷധ സസ്യം കൂടിയാണ് ചീര. ഇപ്പം നമുക്ക് ഇന്നിപ്പോൾ ഇത് അരി കുറേശ്ശെ വരാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് ഇതുകൊണ്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഒരു സൂപ്പെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അത്ര ഇത് പരിപ്പിട്ട് ഒരു മൊളോഷ്യം വയ്ക്കാനാണ് പോണത്. അപ്പോൾ ഇനി ഇത് നിർത്തി കഴിഞ്ഞാലേ കുറച്ച് അരി വരുമോയെന്ന് സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത് നുള്ളി എരിശ്ശേരി മൊളോഷ്യം ഉണ്ടാക്കാം. എരിശ്ശേരി അല്ല, അത് എരിശ്ശേരിയും വയ്ക്കാം. ഇന്നിപ്പോൾ ഞാൻ വയ്ക്കാൻ പോണത് മൊളോഷ്യമാണ്. അപ്പോൾ നമുക്ക് കണ്ടിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടിച്ചെടുത്ത് കഴിയുമ്പോഴേ അടുത്ത മുകളും നന്നായിട്ട് വരും. നല്ല 2-3 ചെനപ്പായിട്ട് വരും. നല്ല കിളുന്തായിട്ട് കണ്ട. ഒട്ടും മൂത്തട്ടില്ല. ഈ ഒരു കട ചീര ചുമന്നത് മാത്രം അതവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. എൻ്റെ അരി ഇതേ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതെടുത്ത് പാവാം. നല്ല ഫ്രഷ് ചീര. ഇല നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിഞ്ഞെടുക്കാം. നമ്മുടെ ചീര അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത്തിരി വലുതായാലും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാൽ പെട്ടെന്ന് വേവണ ഇതാണല്ലോ, അതുകൊണ്ട് കുറച്ച് വലുതായാലും കുഴപ്പമില്ല. ചീര മൊളോഷ്യത്തിന് നമ്മുടെ പരിപ്പ് വേവിച്ചിട്ടിട്ടുണ്ട്. സ്വല്പം പരിപ്പ് മതി കേട്ടോ. നാളേരും കൂടി അരയ്ക്കാനുള്ള കാരണേ അധികം പരിപ്പ് വേണ്ട, കുറച്ച് മതി. അപ്പോൾ നമുക്ക് ഈ ചീര ഇതിലേക്കിടാം. ലേശം മഞ്ഞൾപ്പൊടി ഇടാം. ആവശ്യത്തിന് ഉപ്പ്. ചീര കണ്ട് ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികമാവും കേട്ടോ. ചീര വേഗം അവിഞ്ഞ് പോണ ഇതായതുകൊണ്ടേ കുറച്ച് ഇട്ടിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടാം. സ്വല്പം വെള്ളം ഒഴിക്കാം കേട്ടോ. ചീര പരിപ്പ് ചേർത്ത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ. നമുക്ക് അല്ലാണ്ടും വേവിക്കാം. ഇതാവുമ്പോൾ നന്നായിട്ട് അതിനോട് യോജിക്കും. ഇനി മൊളോഷ്യത്തിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർക്കാം. കുറച്ച് മതി കേട്ടോ, പരിപ്പിട്ടിട്ടുണ്ടല്ലോ അത് കാരണം കുറച്ച് നാളികേരം. അതിലേക്ക് കുറച്ച് കറിവേപ്പില, ഒരു 7-8 കുരുമുളക്, ഒരു കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി. വെളുത്തുള്ളി ഒന്നും അധികം ആവണ്ട കേട്ടോ. കുരുമുളകും 5-6 കുരുമുളക് മതി, ആ ടേസ്റ്റിന് മാത്രം. പിന്നെ ചെറിയ ഉള്ളി. ഇതിലേക്ക് മുളക് പൊടിയല്ല സാധാരണ ഇടുക, കാന്താരി മുളക് അല്ലെങ്കിൽ പച്ചമുളക്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. 5-6 കുരുമുളക് മതി കേട്ടോ, കൂടുതൽ വേണ്ട. ഒരു സ്വല്പം വെള്ളം ചേർത്തിട്ട് നമുക്കിത് അരച്ചുകൊണ്ട് നമ്മുടെ ചീരയും പരിപ്പും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതിൽ ജീരകവും കൂടി ചേർക്കാൻ ഞാൻ വിട്ടു കേട്ടോ. ഇപ്പം അതിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ജീരകവും കുരുമുളക് വെളുത്തുള്ളി
ഉള്ളി, കറിവേപ്പില, കാന്താരിമുളക്, നാളികേരം ഇത്രയും ചേർത്തത് നമുക്കിതിലേക്ക് ചേർക്കാം. നല്ല സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയും കൂടിയാണ് കേട്ടോ ഇത്. എളുപ്പത്തിൽ ആവുകയും ചെയ്യും. ഇത് അരപ്പ് ചേർത്തിട്ട് പതുക്കനൊന്ന് തള വന്നാൽ മതി കേട്ടോ. നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മുളോശി ആയതുകൊണ്ട് നമ്മൾ കടു വറുത്തിടില്ല, മുളക് പൊടിയും ഒന്നും ചേർക്കില്ല. കാന്താരിമുളക് ഞാൻ പറഞ്ഞില്ലേ, കാന്താരിമുളക് ചേർക്കണേ. ഇതിലേക്ക് കറിവേപ്പില ചേർക്കാം. പിന്നെ പച്ച വെളിച്ചെണ്ണ. അപ്പോൾ ഇതിപ്പോൾ മുളോശി എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പിൻ്റെ ഗുണമാണ് കേട്ടോ ഇതിന്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഇത് ചീര നല്ലോണം കഴിക്കണം എന്നാണ് പറയുക. അപ്പോൾ ഇത് കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ ഈ ഡിഷ്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാം. ഇത് പുളിരസം ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഡാൽ ഫ്രൈ ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പോൾ അതുപോലെ നമുക്ക് ഇത് കഴിക്കാം. ധാരാളമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടമാവും ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് മാത്രം കേട്ടോ ഇത് കഴിക്കാം. ചീര അധികം ഉപയോഗിക്കരുതെന്ന് പറയണുള്ളൂ. ബാക്കി എല്ലാവർക്കും ഇത് കഴിക്കാം. ചീര അത്രയും ഗുണമുള്ള സാധനമാണ്. വേനൽക്കാലത്ത് ജലാംശം നഷ്ടപ്പെടാണ്ട് ശരീരത്തിനെ സൂക്ഷിക്കുകയും ചീര അത്രയും ഗുണമാണ് ചീരയ്ക്ക്. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചീര ഉപയോഗിക്കണം. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഹായ്.